നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് നൗഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത പടം പേഴ്സണലി ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഹൊറർ കോമഡി ജോണറിലുള്ള സിനിമയാണ്. മാത്യൂസ് ആണ് നായകൻ. പേഴ്സണലി ഈ സിനിമയിൽ ഒട്ടും വർക്കാതെ പോയ ഒരു പെർഫോമൻസ് ആയിരുന്നു മാത്യൂസിൻ്റെത്. മാത്യൂസ് ആസ് എ ഹീറോ ഭയങ്കര ഫെയിലർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് നെല്ലിക്കാമ്പൊയിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമം, തമിഴ്നാടിന്റെ ബോർഡറിന് അടുത്തുള്ള ഒരു കേരള ഗ്രാമമാണ്. അവിടെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്, കുറെ ദുരൂഹതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മാത്യൂസ് അവതരിപ്പിക്കുന്ന നായകന്റെ പേര് ശ്യാം ആ ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയമുണ്ട്. അദ്ദേഹം വളരെയധികം പേടിയുള്ള ഒരാളാണ്. അത് ചെറുപ്പത്തിലുണ്ടായ ഒരു ഇൻസിഡന്റ് ഒക്കെയാണ്. ആ ഗ്രാമവുമായി ബന്ധപ്പെട്ട് രാത്രി കാലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആളുകളെ പേടിപ്പിക്കുന്ന, ആ ഗ്രാമത്തെ മൊത്തം ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു രൂപം, അതിന്റെ പിറകിലുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ഫെയിലർ ആയി പോയിട്ടുള്ള ഇതിലെ കോമഡി രംഗങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റോറി ആണെങ്കിലും വളരെ പ്രെഡിക്റ്റബിൾ ആണ്. നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതുപോലെ ഹൊറർ സീനുകളൊക്കെ ഉണ്ട്. ഹൊറർ സീനുകളൊന്നും ഒട്ടും അത്ര കൺവിൻസിംഗ് ആയി ചെയ്തതല്ല. എടുത്തു പറയത്തക്ക കഥാവഴികളോ അതുപോലെ ടെക്നിക്കൽ പെർഫെക്ഷനോ ഒന്നും തന്നെ അവകാശപ്പെടാനില്ല. കുറെ ബോറിംഗ് ആയിട്ടുള്ള എലമെന്റുകൾ ഈ സിനിമയ്ക്കുണ്ട്. അത് പ്രധാനമായി തോന്നിയിട്ടുള്ളതാണ് ഇതിനകത്ത് മാത്യൂസിന്റെ പേടിക്ക് കാരണമായിട്ടുള്ള ഒരു യക്ഷി ഉണ്ട്. ആ യക്ഷി ചോറ് കൊടുക്കാനൊക്കെ വരുന്നൊരു രംഗം, അത് ഭയങ്കര ബോറിംഗ് ആയി തോന്നിയ. അതുപോലെ കുറെ പരിപാടികളുണ്ട്. ഇതിനകത്ത് നന്നായി തോന്നിയിട്ടുള്ളത് അബു സലീമിന്റെ പെർഫോമൻസ്, അതുപോലെ ശരത് സഭ കൊള്ളായിരുന്നു. ഇങ്ങനെ ഒന്ന് രണ്ട് പെർഫോമൻസസ് മാത്രമാണ്. നെല്ലിക്കാമ്പൊയിലെ ആളുകൾക്ക് വളരെയധികം അന്ധവിശ്വാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സിനിമ അവസാനം അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് അവസാനിക്കുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റിനോടും സംവിധാനത്തിനോടും കിടപിടിക്കുന്ന ഒരു ആവറേജ് പെർഫോമൻസ് ആണ് മാത്യൂസ് നടത്തിയിട്ടുള്ളത്. ഈ സിനിമയിൽ പേടിയുള്ള നായകനാണ് മാത്യൂസ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെ പേടിച്ച് മാറുന്ന അല്ലെങ്കിൽ ഭയത്തോടുകൂടെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു നായകനായിട്ടാണ് പെർഫോം ചെയ്യേണ്ടത്. പക്ഷേ മാത്യൂസ് അത്തരം രംഗങ്ങളിലൊക്കെ വളരെയധികം പാളിപ്പോയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയത്. നെല്ലിക്കാമ്പൊയിൽ എന്ന് പറയുന്ന ഗ്രാമത്തെ സെറ്റ് ചെയ്തൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷേ കഥ ഡെവലപ്പ് ചെയ്യുന്നതോറും സിനിമ വളരെയധികം പിറകിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വേടന്റെ മറ്റൊരു പാട്ടൊക്കെ ഉണ്ട്. മാത്യൂസ് ഒരു ഹീറോയിക് പരിവേഷമൊക്കെയുള്ള പരിപാടി, അതൊക്കെ ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് അതുപോലെ പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മാത്യൂസിന്റെ റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്. ഈ സിനിമയുടെ മെയിൻ എലമെന്റിൽ ഒന്നാണത്. ഭയങ്കര ഫെയിലർ ആയിട്ട് വന്നിട്ടുള്ള രംഗങ്ങളും അതുപോലെ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ഗാനവും ഒക്കെ മോശമായിട്ട് തോന്നി. അതുപോലെ തന്നെ ആ ഒരു ബ്രേക്കപ്പിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതും ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് സ്റ്റൈലായിരുന്നു. ആകെ തുകയിൽ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് നൽകിയിട്ടുള്ള ഹൊറർ കോമഡി സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്.